നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം പ്രധാന വാർത്തകൾ. CPIM-നെ നട്ടം തിരിച്ച് സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി. തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറിയെ മാറ്റി. ജില്ലാ സെക്രട്ടറി വി ജോയിയുമായുള്ള തർക്കത്തിൽ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി. പാർട്ടി വിടുമെന്ന് മധു മുല്ലശ്ശേരി. തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടി. ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റി. പത്തനംതിട്ട കൊടുമണ്ണിൽ സ്വന്തം ഏരിയ കമ്മിറ്റിയിലെ മത്സരം ഒഴിവാക്കാനാവാതെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുകയാണ് ആദ്യ പരിഗണനയെന്ന് പ്രിയങ്ക ഗാന്ധി MP 24-നോട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവതരമായ ഇടപെടൽ നടത്തണം. പുനരധിവാസം രാഷ്ട്രീയ പ്രശ്നമല്ല, മാനുഷിക പ്രശ്നമെന്നും പ്രിയങ്ക ഗാന്ധി. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ തീരുമാനം റദ്ദാക്കി സാംസ്കാരിക വകുപ്പ്. തീരുമാനം K രാധാകൃഷ്ണൻ MPയും മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ 125 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട രജിസ്ട്രാറുടെ നടപടി റദ്ദാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. ഫിൻജാൽ ചുഴലിക്കാറ്റിൽ മരണം 9. പുതുച്ചേരിയിലും ചെന്നൈയിലും 4 പേർ വീതവും തിരുവള്ളൂരിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി മരിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായി ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന കളക്ടർമാരുടെ യോഗം മാറ്റിവെച്ചു. പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുന്നു. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ ഉയർത്തും. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ മന്ത്രി K രാജന്റെ നിർദ്ദേശം. ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ എല്ലാ റവന്യൂ ഓഫീസുകളും സജ്ജമാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മാധ്യമങ്ങൾക്ക് വീണ്ടും ഭീഷണിയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. മാധ്യമങ്ങളുടെ പ്രവർത്തനം അരോചകമെന്നും തെറ്റായ വാർത്തകളാണ് നൽകുന്നതെന്നും K സുരേന്ദ്രൻ. കള്ളവാർത്തകൾ നൽകിയാൽ മാധ്യമ ഓഫീസുകളിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യുമെന്നാണ് K സുരേന്ദ്രന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് തനിക്കുള്ള അംഗീകാരമെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസിൽ ചേർന്ന താൻ BJP വോട്ടുകൾ കൊണ്ടുപോകുമെന്നത് പരസ്യമായ കാര്യമാണെന്നും സന്ദീപ് വാര്യർ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തി BJP സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട്. ശ്രീകൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനും 4 നഗരസഭാ കൌൺസിലർമാരും ഇടപെട്ടെന്ന് കണ്ടെത്തൽ. കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ടായെന്നും വിലയിരുത്തൽ. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് UDF നേതൃത്വം. ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിനെ UDFന്റെ ഭാഗമാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി വിശദ പരിശോധനയ്ക്കൊരുങ്ങി സർക്കാർ. പട്ടികയിലെ അനർഹർ ആരെന്ന് സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി അന്വേഷിക്കും. ക്ഷേമ പെൻഷന് അർഹരായവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് പരിഗണനയിൽ. പെൻഷൻ തട്ടിപ്പുകാർ കൂടുതലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അല്ലാത്തപക്ഷം സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയ നിഴലിലാകും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. 1% ആളുകൾ പോലും അനർഹമായി പെൻഷൻ കൈപ്പറ്റാൻ പാടില്ലെന്നും മന്ത്രി. കൊടകര കുഴൽപ്പണക്കേസിൽ 24 പുറത്തുവിട്ട വെളിപ്പെടുത്തലിന് പിന്നാലെ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. കള്ളപ്പണ ഇടപാട് വ്യക്തമാക്കുന്ന മൊഴി തിരൂർ സതീഷ് നൽകിയെന്ന സൂചന. രഹസ്യമൊഴിയെടുക്കുന്നത് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയ പശ്ചാത്തലത്തിൽ. ആലപ്പുഴയിലെ ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്തുന്നതിൽ വീഴ്ച വന്നതിൽ വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിന്റെ പ്രശ്നമില്ല. ചില ടെസ്റ്റുകൾ നടത്താൻ ഡോക്ടേഴ്സ് സന്നദ്ധരാകാത്തത് പ്രശ്നമായെന്നും മന്ത്രി. നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യത്തിൽ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന് KC വേണുഗോപാൽ MP. സർക്കാർ ആരെയാണ് കാത്തിരിക്കുന്നതെന്നും KC വേണുഗോപാലിന്റെ വിമർശനം. കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ സർക്കാർ മനസ്സിലാക്കണമെന്നും KC വേണുഗോപാൽ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. മഴയായതിനാൽ ഉച്ചവരെ ദർശനത്തിനെത്തിയവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. സന്നിധാനത്ത് ഇപ്പോഴും മഴ തുടരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഇന്നും 10,000 കടന്നു.
തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാനുള്ള അവസാന തീയതി നീട്ടി. വൈകിട്ട് 5 മണിക്ക് മുൻപ് പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നൽകണമെന്നാണ് നിർദ്ദേശം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട വിഷയമല്ല, ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് എംപിമാരുടെ യോഗത്തിലെ തീരുമാനമെന്നും മന്ത്രി. കോഴിക്കോട് കൊടുവള്ളിയിലെ സ്വർണ്ണക്കവർച്ചയിൽ ആസൂത്രകൻ രമേശിന്റെ ദൃശ്യങ്ങൾ 24-ന്. കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബുധനാഴ്ച രാത്രിയാണ് ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്നത്. വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം ആംബുലൻസിൽ സൂക്ഷിച്ച സംഭവം അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ASPയുടെ നിർദ്ദേശം. മൃതദേഹം കൈമാറിയതും സൂക്ഷിച്ചതും നിയമപരമായാണോ എന്ന് അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് അന്വേഷണം. രാജ്യത്ത് ജനസംഖ്യ നിരക്ക് കുറയുന്നത് ആശങ്കാജനകമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ജനസംഖ്യ 2.1 എന്ന നിരക്കിൽ താഴെയാകുന്നത് ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകും. ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണമെന്ന് മോഹൻ ഭാഗവത്. പാലക്കാട് ധോണിയിൽ കാട്ടാനയെ കാട് കയറ്റുന്നതിനിടെ പടക്കം കയ്യിൽ നിന്ന് പൊട്ടി വനംവകുപ്പ് വാച്ചർക്ക് പരിക്ക്. ഒലവക്കോട് RRTയിലെ വാച്ചർ സൈനുലാബിദിനാണ് പരിക്കേറ്റത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. 5 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. തീ പടർന്നത് ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന്. ആർക്കും പരിക്കില്ല. ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സർവകലാശാലകളുടെ പ്രവർത്തനം പിന്നോട്ടടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണ് KTU-VCയെ നിയമിക്കേണ്ടതെന്നും മന്ത്രി. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 16.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. തുടർച്ചയായ 5ാം മാസമാണ് വില വർധന. കേരളത്തിൽ 17 രൂപയുടെ വർധനയുണ്ടാകും. മലപ്പുറം എടപ്പാളിൽ സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം. പോലീസ് വേഷത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പരിശോധനയെന്ന് കരുതി ബ്രേക്ക് ചെയ്ത യുവാവിന്റെ ബൈക്ക് തെന്നിയാണ് അപകടമുണ്ടായത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി 4 കോടി തട്ടിയ 2 പേർ പിടിയിൽ. മലപ്പുറം കോഴിക്കോട് സ്വദേശികളാണ് എറണാകുളം സൈബർ പോലീസിന്റെ പിടിയിലായത്. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ലേഖനത്തിൽ RSS മുഖപത്രം ഓർഗനൈസറിനെതിരായ മാനനഷ്ട കേസ് ഹൈക്കോടതി റദ്ദാക്കി. PFI നൽകിയ അപകീർത്തി കേസാണ് റദ്ദാക്കിയത്. തൃശൂർ വരന്തരപ്പിള്ളിയിൽ കീറിയ നോട്ട് മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയാൽ ബേക്കറി അടിച്ചു തകർത്തു. വരന്തരപ്പിള്ളി പൗണ്ട് സെന്ററിലെ ശങ്കര സ്നാക്സ് എന്ന സ്ഥാപനമാണ് അക്രമി തല്ലി തകർത്തത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ ചെറുപുഴയിൽ 5 വയസ്സുകാരനെ വാട്ടർ ടാങ്കിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശികളുടെ മകൻ വിവേക് മുർമുവാണ് മരിച്ചത്. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി നിർമ്മിച്ച വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. വെർച്വൽ അറസ്റ്റ് എന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ വീട്ടമ്മയിൽ നിന്ന് 3.39 ലക്ഷം രൂപ കവർന്നു. മുംബൈ പോലീസാണെന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് തട്ടിപ്പ് നടത്തിയത്. കനത്ത മഴയിൽ ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. എരുമേലി അട്ടിവളവിന് സമീപമാണ് സംഭവം. മോട്ടോർ വാഹന വകുപ്പും സേഫ് സോൺ ടീമും ചേർന്ന് മണ്ണ് നീക്കം ചെയ്തു. സിനിമാ നിർമ്മാതാവ് മനു പത്മനാഭൻ നായർ അന്തരിച്ചു. പാലക്കാട് വെച്ചായിരുന്നു അന്ത്യം. വെള്ളം, 10 കൽപ്പനകൾ, കൂമൻ അടക്കം നിരവധി സിനിമകളുടെ നിർമ്മാണ പങ്കാളിയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് പ്രണയം നടിച്ചു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. കോരാണി സ്വദേശി രാവൺ രാജാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് ക്ഷേത്രത്തിൽ മോഷണം. പുന്നക്കാട് നൈനാംകോണം ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് 10,000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം പാമ്പാടി സെയിന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. നേർച്ചപ്പെട്ടിയിലുണ്ടായിരുന്ന പണം നഷ്ടമായി. കോന്നി കലഞ്ഞൂരിൽ വാഹനാപകടം. രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചു. ആംബുലൻസിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ വീണ്ടും പ്രാണി. ഇന്ന് രാവിലെ വിളമ്പിയ പ്രഭാത ഭക്ഷണത്തിലാണ് പ്രാണിയെ കണ്ടെന്ന പരാതി. തിരുവനന്തപുരം വിതുരയിൽ ഫാം ജീവനക്കാർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. 10 പേർക്ക് പരിക്ക്.
ചെറ്റച്ചൽ JC ഫാമിനകത്ത് കാട് തെളിക്കുന്നതിനിടെയാണ് തേനീച്ച ആക്രമിച്ചത്. മൂന്നാറിൽ വീണ്ടും കടുവയിറങ്ങി. കടുവയും 3 കുഞ്ഞുങ്ങളുമാണ് ഇന്നലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ചെണ്ടുവാര എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപം എത്തിയത് കടുവകളെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന് തുടക്കമായി. 12ാമത് സംഗീത നൃത്തോത്സവം ഡോക്ടർ ഉണ്ണിസ്വാമി ഉദ്ഘാടനം ചെയ്തു. ദേവദാസ്, സ്വാമിനാഥൻ, വേണുഗോപാൽ, അഡ്വക്കേറ്റ് പ്രവീൺ, അഡ്വക്കേറ്റ് ശ്രീരാഗ്, കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയീശി ജയപ്രകാശ ശർമ്മ ചുറ്റുദീപം തെളിയിച്ചു. കാഞ്ചിപീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ പൂർണ്ണത്രയീശി ജയപ്രകാശ ശർമ്മ രചിച്ച വിവിധങ്ങളായ രാഗങ്ങൾ 20ൽ പരം സംഗീതജ്ഞർ വേദിയിൽ ആലപിച്ചു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിളും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച 12ാം വർഷ അയ്യപ്പ പൂജ സമാപിച്ചു. ക്ഷേത്രം മേൽശാന്തി അഭിജിത്ത് പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തത്വമസി UK അവതരിപ്പിച്ച ഭജനയ്ക്ക് സദാനന്ദൻ ദിവാകരൻ നേതൃത്വം നൽകി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ പങ്കെടുത്തു. കോഴിക്കോട് കുറ്റ്യാടി ബ്ലേഡ് പലിശക്കാരൻ അറസ്റ്റിൽ. കണ്ണങ്കണ്ടിയിൽ സതീശനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈടായി വാങ്ങിവെച്ച 51 ചെക്കുകൾ, സ്റ്റാമ്പുകൾ, വാഹന RC ബുക്കുകൾ എന്നിവ പിടിച്ചെടുത്തു. കോഴിക്കോട് ചാലിയത്ത് വീട്ടുമുറ്റത്ത് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. താമരശ്ശേരിയിൽ KSRTC സ്കാനിയ ബസ് ജീവനക്കാരനെതിരെ പരാതി. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത പെൺകുട്ടി ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ രാത്രി ബസ് നിർത്തിയില്ലെന്നാണ് പരാതി. ഡോക്ടർ CK ഷാജിബിന്റെ സൂര്യനസ്തമിക്കാത്ത മനുഷ്യൻ എന്ന നോവൽ പ്രകാശനം ചെയ്ത് എഴുത്തുകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ. പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ ഡോക്ടർ PP പ്രകാശൻ അധ്യക്ഷനായി. തിരികെ 100 ന്യൂസിലേക്ക് ഇനി പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട ചെറുകോൽപ്പുഴയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 4-ന് രാവിലെ 10 മണിക്ക് JMMA ഹോളിസ്റ്റിക് സെന്ററിൽ നടത്തും. ആലപ്പുഴ മങ്കൊമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വനിതാ യോഗ ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന് രാവിലെ 10 മണിക്ക്. അടിമാലി കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 4-ന് രാവിലെ 11 മണിക്ക് നടക്കും. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2024-25 വർഷത്തെ ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സുകൾക്കായാണ് സഹായം. അപേക്ഷ ക്ഷേമനിധി ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലും ജനുവരി 31 വരെ സ്വീകരിക്കും. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 3-ന് രാവിലെ 11 മണിക്ക്. ഇനി ദേശീയ വാർത്തകൾ. തെലങ്കാനയിൽ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് മുളുഗു ജില്ലയിലെ ചൽപാക് വനമേഖലയിൽ. പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് പാപ്പണ്ണ എന്ന ബദ്രുവും കൊല്ലപ്പെട്ടു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും. ഒരു സഖ്യരൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്ന് അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. മേഘാലയയിലെ ഷില്ലോങ്ങിൽ PG ഡോക്ടേഴ്സിന്റെ നിരാഹാര സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും കോഴ്സിന് അംഗീകാരം ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് PG ഡോക്ടേഴ്സിന്റെ സമരം. മതഗ്രന്ഥത്തെ അവഹേളിച്ച കേസിൽ ഡൽഹി ആം ആദ്മി പാർട്ടി MLA നരേഷ് യാദവിന് 2 വർഷം തടവ്. പഞ്ചാബിലെ മലേർകോട്ട്ല ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ 17-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി. വീഡിയോ പകർത്തി ഓൺലൈനിൽ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരം. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ തമിഴ്നാട്ടിൽ തിരിച്ചെത്തി. ഉപരിപഠനത്തിനായി 3 മാസത്തിലധികമായി വിദേശത്തായിരുന്നു. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ജോർജിയയിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമെടുക്കാനുള്ള തീരുമാനം സർക്കാർ നീട്ടുന്നതിനെതിരായാണ് പ്രക്ഷോഭം. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 107 പേർ അറസ്റ്റിൽ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും കൂടിക്കാഴ്ച നടത്തി. അതിർത്തി, ഊർജ്ജ വിതരണം, വാണിജ്യം എന്നീ മേഖലകളിലായിരുന്നു ചർച്ച. ഭരണത്തിലേറിയാൽ കാനഡയ്ക്ക് മേൽ അധിക നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. അഗ്നിബാധയ്ക്ക് ശേഷം പുതുക്കിപ്പണിഞ്ഞ പാരീസിലെ നോത്രദാം കത്തീഡ്രൽ ഈ മാസം 7-ന് തുറക്കും. 2019-ലെ തീപിടുത്തത്തിൽ കത്തിനശിച്ച കത്തീഡ്രൽ 5.5 വർഷത്തിന് ശേഷമാണ് തുറക്കുന്നത്. പുനർനിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭിനന്ദിച്ചു. അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI തലപ്പത്തേക്ക് ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേലിനെയാണ് FBI ഡയറക്ടർ ആയി
ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത്. ഗുജറാത്തിൽ വേരുകളുള്ളയാളാണ് കാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ. സിറിയൻ പട്ടണമായ അലപ്പോ പിടിച്ചെടുത്ത വിമതസേനയുടെ മുന്നേറ്റത്തെ തുടർന്ന് സിറിയൻ പട്ടാളം നഗരത്തിൽ നിന്ന് പിൻവാങ്ങി. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിൽ അസംതൃപ്തരായവരാണ് വിമതസേന രൂപീകരിച്ചത്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ പട്ടണമാണ് അലപ്പോ. കനത്ത മഴ മൂലം തായ്ലൻഡിലും മലേഷ്യയിലുമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 12 മരണം. മലേഷ്യയിൽ 1.25 ലക്ഷം ജനങ്ങളെ ഒഴിപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് റിപ്പോർട്ട്. അമേരിക്കയുടെ ഫ്രഞ്ച് അംബാസിഡറായി ബന്ധുവിനെ തെരഞ്ഞെടുത്ത ഡൊണാൾഡ് ട്രംപ് മകൾ ഇവാൻകയുടെ ഭർത്തൃപിതാവ് ചാൾസ് കുഷ്നറെയാണ് സുപ്രധാന പദവിയിലേക്ക് ട്രംപ് തെരഞ്ഞെടുത്തത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ബിസിനസ്സുകാരനായ ചാൾസ് കുഷ്നറെ നിരവധി കേസുകളിൽ ട്രംപ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് കുറ്റവിമുക്തനാക്കിയിരുന്നു. ഡോളറിന് പകരം കറൻസി കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ട്രംപ് പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ്. വ്യാപാരത്തിന് 100% നികുതി ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത്. അടുത്തിടെ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ പുതിയ കറൻസിയുടെ രൂപരേഖ പുറത്തുവിട്ടിരുന്നു. യൂറോപ്യൻ രാജ്യമായ കൊസോവോയിൽ സ്ഫോടനം. പ്രധാന നഗരങ്ങളിലേക്കുള്ള ജലവൈദ്യുതി വിതരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനം. സ്ഫോടനത്തിന്റെ ആസൂത്രകരായ 8 പേർ അറസ്റ്റിൽ. തിരികെ 100 ന്യൂസിലേക്ക്. ഇനി ബിസിനസ് വാർത്തകൾ. അദാനി വൈദ്യുതി കരാറിൽ ആന്ധ്രാപ്രദേശിന് തിരിച്ചടി. സോളാർ പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി നിരക്ക് കിലോവാട്ടിന് ₹2.49 ആയിരുന്നത് 3 രൂപയായി 6 പൈസയായി. സംസ്ഥാനത്തിന് പ്രതിവർഷം അധിക ബാധ്യത 850 കോടി. വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി റിയൽമി നാർസോ 70 കർവ്. 2 കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകും. വ്യോമ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ഇൻഡിഗോയ്ക്ക് പിഴ. 5 ലക്ഷം രൂപ പിഴ ചുമത്തി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ. 2023 എയർക്രാഫ്റ്റ് സെക്യൂരിറ്റി നിയമത്തിലെ ചട്ടം 51 ലംഘിച്ചതിനാണ് നോട്ടീസ്. വിലക്കയറ്റം തിരിച്ചടിയായി. അടുത്തയാഴ്ചയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലും പലിശ നിരക്ക് കുറച്ചേക്കില്ല. GDP കുറഞ്ഞതും ധനനയ കമ്മിറ്റി പരിഗണിക്കും. മൂലധന നിക്ഷേപം കുറഞ്ഞതും മോശം പാദഫലങ്ങളും ഉൾപ്പെടെ കമ്മിറ്റി വിലയിരുത്തും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ അരുണാചൽ സർക്കാരിന്റെ മിഷൻ ഹിംവീർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ബോർഡും ITBPയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. പ്രാദേശിക കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പച്ചക്കറികളും മാംസവും മറ്റ് ഉൽപ്പന്നങ്ങളും ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന് കൈമാറും. ബുക്കിംഗ് ആരംഭിക്കാനൊരുങ്ങി പുതിയ ഹോണ്ട അമേസ്. 3 വേരിയന്റുകളിലായാണ് കാർ വിപണിയിലെത്തുക. കാറിന്റെ വില പ്രഖ്യാപിക്കുക ഈ മാസം 4-ന്. കായിക വാർത്തകൾ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ വിജയം തുടർന്ന് കേരളം. ഗോവയെ 11 റൺസിന് തോൽപ്പിച്ചു. 5 മത്സരങ്ങളിൽ 4 ജയിച്ച കേരളം അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യതാ പ്രതീക്ഷകൾ നിലനിർത്തി. സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന്റെ കിരീടം. സിംഗപ്പൂർ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചു. ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം ഇയാൻ റെഡ്പാത്ത് അന്തരിച്ചു. 83-ാം വയസ്സിലാണ് അന്ത്യം. 1964-76 കാലയളവിൽ ഓസീസിനായി 66 ടെസ്റ്റിലും 5 ഏകദിനങ്ങളിലും കളിച്ചിട്ടുണ്ട് ഇയാൻ റെഡ്പാത്ത്. ICC ചെയർമാനായി ജയ്ഷാ ചുമതലയേറ്റു. പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞതും ഇന്ത്യയിൽ നിന്നുള്ള 3ാമത്തെയാളുമാണ് ജയ്ഷാ. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായ പൊന്മാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ജ്യോതിഷ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഫെബ്രുവരി 6-ന് ചിത്രം പുറത്തിറങ്ങും. OTTയിൽ റിലീസിനൊരുങ്ങി ബോഗൈൻ വില്ല. അമൽ നീരദിന്റെ സംവിധാനത്തിൽ ജ്യോതിർമയി കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത്. രസകരമായ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ 2ാമത്തെ കുഞ്ഞിന്റെ പേര് വെളിപ്പെടുത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സജ്ദേ. അഹാൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. നവംബർ 15-നാണ് ഇരുവർക്കും ആൺകുഞ്ഞ് പിറന്നത്. നിലമ്പൂർ പാട്ടടിയന്തരം ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ഫാദർ അനിൽ ഫിലിപ്പ്, സംവിധായകൻ സനു സത്യൻ, TP വിവേക്, അഡ്വക്കേറ്റ് സുകന്യ ദേവൻ, അനീഷ് സ്വാതി, സാജൻ, സനു സ്വരലയ, സൗരഭ് സത്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നോക്കാം ഫാക്ട് ചെക്ക്. ബത്ലഹേമിലെ പള്ളിയിൽ നടന്ന ആക്രമണം എന്ന തരത്തിൽ ഒരു ചിത്രം തെറ്റായി പ്രചരിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന ചിത്രം പലസ്തീനിലെ പള്ളിയിലുണ്ടായ ആക്രമണത്തിൻ്റെതാണ്. നാളത്തെ വാർത്തകൾ.
റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടി, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചത്. കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. തൃശൂർ തലോർ റോഡിൽ കുരിയച്ചിറ മുതൽ തലോർ ബൈപ്പാസ് വരെ മെക്കാഡം ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ മുതൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കും. യാത്രക്കാർ ദേശീയപാത വഴി പോകണമെന്ന് മരാമത്ത് അധികൃതർ അറിയിച്ചു. വയനാട് ജില്ലയിലെ എന്നൂര് പൈതൃക ഗ്രാമത്തിലേക്ക് സന്ദർശകർക്ക് വിലക്ക്. വയനാട് ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിലെ അൽ ബന്ന ബേക്കറിക്ക് മുന്നിൽ ബ്രെഡ് വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി 3 മരണം. മേഖലയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്നതിനിടയിലാണ് സംഭവം. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും പെൻഷനും നടപ്പിലാക്കി ബെൽജിയം. ലോകത്തിൽ തന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്ന ആദ്യ രാജ്യമാണ് ബെൽജിയം. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.